ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ കരൾ വീക്കത്തിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ ഈ പ്രത്യേക ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈറസ് കൊണ്ടുണ്ടാവുന്ന കരൾ വീക്കത്തിനെ പറ്റിയത്. പ്രധാനമായിട്ടും നമുക്കറിയാം കരൾ ബാധിക്കുന്ന 4 തരം വൈറസുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എന്നുള്ള മാരകമായ 2 വൈറസുകളാണ് ഈ ദിവസം നമുക്ക് പ്രത്യേകം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. മറ്റുള്ള വൈറസുകൾ നമുക്കറിയാം, ഹെപ്പറ്റൈറ്റിസ് എയും ഇയും എന്ന് പറഞ്ഞൊരു വൈറസാണ്. പക്ഷെ അത് ദീർഘകാല കരൾ രോഗങ്ങൾ പൊതുവെ ഉണ്ടാക്കാറില്ല. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ് ദീർഘകാല കരൾ രോഗങ്ങളായ കരൾ സിറോസിസ്, കരൾ ക്യാൻസർ ഇതുപോലത്തുള്ള മാരകമായ രോഗത്തിന്റെ കാരണം. ലോകത്തിൽ ഏകദേശം 40 കോടി ജനങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കാണപ്പെടുന്നത്. അതിൽ ഏകദേശം ഒരു 10 ലക്ഷം മരണം ഒരു വർഷം ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും മൂലം സംഭവിക്കുന്നു. അതേസമയം ഇതിൽ 90% ഈ രോഗമുള്ളവർക്ക് പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല, എയർലി സ്റ്റേജിൽ തിരിച്ചറിയപ്പെടുന്നില്ല. അതുമൂലം വളരെ വൈകിയാണ് പലപ്പോഴും കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കുമ്പോഴത്തേക്കും പലപ്പോഴും കരൾ ക്യാൻസറോ അല്ലെങ്കിൽ കരളിന്റെ അന്തിമ സ്റ്റേജായ കരൾ സിറോസിസ് സ്റ്റേജിലാണ് പലപ്പോഴും കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചികിത്സകൾ ഈ 2 ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ലഭ്യമാണ്. WHO വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2030 മുമ്പായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റുക എന്ന ഉദ്ദേശമാണ്.